പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. റിനു ശ്രീധർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് റിനു, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഷാനവാസ് ഇന്ന് 11 മണിയോടുകൂടിയാണ് അന്തരിച്ചത്. തിരുവനന്തപുരത്തെ കോസ്മോപൊളിറ്റൻ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്കരോഗത്തെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അസുഖം മൂർച്ഛിച്ചു. ആശുപത്രിയിലെത്തിയെങ്കിലും അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുള്ളതും നമുക്ക് ലഭ്യമാണ്. മലയാള ചിത്രത്തിലടക്കം തമിഴ് ചിത്രങ്ങളിലടക്കം 50ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, ഇതിഹാസമായിട്ടുള്ള മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ പ്രേം നസീറിന്റെ മകനാണ് അദ്ദേഹം. മലയാള ചിത്രങ്ങളിൽ ഒട്ടുമിക്ക ചിത്രങ്ങളിലും വലിയ വേഷങ്ങളിൽ അല്ലെങ്കിൽ പോലും അതിപ്രധാനമായിട്ടുള്ള ചില വേഷങ്ങളിൽ തന്നെയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ വൈകുന്നേരം 11 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്ത്യം സംഭവിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൃക്കരോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഇന്ന് ആശുപത്രിയിൽ വൈകുന്നേരത്തോടുകൂടി എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. ഉന്മേഷ്, അദ്ദേഹം 1980ഓടെ അഭിനയ രംഗത്തേക്ക് വന്ന നടനാണ്. 1981 പ്രേമഗീതങ്ങൾ എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങിയുണ്ടായി. 1982 അദ്ദേഹം 6 സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. 1983 എത്തുമ്പോൾ നിരവധി സിനിമകളിൽ അദ്ദേഹം സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ഈ യുഗം പോലെ, മഴനിലാവ് പോലെ, ജസ്റ്റിസ് രാജ, അങ്ങനെ ചില ശ്രദ്ധേയ ചിത്രങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. 1984-85 വർഷങ്ങളിലൊക്കെ അദ്ദേഹം മലയാള സിനിമയുടെ ഭാഗമായിരുന്നു. 2022 അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. 2019 മാർച്ച് 2-ം വ്യാഴം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പുറത്തു വരികയുണ്ടായി. ജനഗണ മനയിൽ അദ്ദേഹം ശ്രീനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തു. 2022 അദ്ദേഹം ഇപ്പോൾ ഓർമ്മയായിരിക്കുന്നു. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.